പ്രിയപ്പെട്ടവരെ, ലോക ഫുട്ബോളിന്റെ മിശിഹായെയും സംഘത്തെയും വരവേൽക്കാൻ ഒരുങ്ങുകയാണ് കൊച്ചിയും. മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുന്നു എന്ന വാർത്ത കേട്ടതിന്റെ ആവേശത്തിലാണ് കൊച്ചിയിലെ കായിക പ്രേമികൾ. ആവേശം അലതല്ലുകയാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന്റെ പരിസരത്ത് നിന്നും അലി അക്ബർ ഷാ തയ്യാറാക്കിയ റിപ്പോർട്ട് കൂടി കാണാം. ലോക ഫുട്ബോളിന്റെ മിശിഹ കേരളത്തിലേക്ക് എത്തുന്ന വാർത്ത മലയാളികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശമാണ്. ഈ വാർത്ത പുറത്തു വന്നത് തൊട്ട് തന്നെ ഇതിന്റെ കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മലയാളികൾ. നവംബർ 10 മുതൽ 18 വരെയുള്ള ഷെഡ്യൂളിലാണ് ലോക ഫുട്ബോളിന്റെ മിശിഹായും ടീമും മെസ്സിയും സംഘവും കേരളത്തിൽ കളിക്കാൻ പോകുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് കലൂർ സ്റ്റേഡിയത്തിലാണ്. സ്റ്റേഡിയത്തിന്റെ സൈഡിൽ ഒരു സ്പോർട്സ് ടീം, നമ്മുടെ ഒരു ഷട്ടിൽ ടീമിനെ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ചേട്ടാ, മലയാളികളെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ആവേശം ഉണ്ടാക്കുന്ന വാർത്തയാണ് മെസ്സിയും സംഘവും കേരളത്തിലേക്ക് എത്തുന്നുള്ളത്. എങ്ങനെയാണ് കാണുന്നത്? ഭയങ്കര ആവേശമല്ലേ, ഇവിടെയൊക്കെ ഞങ്ങൾ ത്രില്ലടിച്ചിരിക്കണം എല്ലാവരും. വാവ്, മെസ്സി വരട്ടെ, മെസ്സി വന്നാൽ അടിപൊളിയാണ്. അതിനിടയ്ക്ക് ഒരു ചെറിയ വാർത്ത ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര വിഷമമായി. പക്ഷെ അത് ശരിയാകട്ടെ, ശരിയാകാൻ വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കും. മെസ്സിക്ക് ജയ്! മെസ്സിക്ക് 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 മെസ്സി വരില്ല എന്നുള്ളൊരു സംശയമൊക്കെ ഒരിടയ്ക്ക് വന്നിരുന്നു. ഇങ്ങോട്ട് ആ ടീം എത്തുന്നതിൽ ചെറിയ ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് ഒരു ക്ലിയർ ആയിരിക്കുകയാണ്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ തന്നെ ഈ നവംബർ ഷെഡ്യൂളിൽ കേരളത്തിലേക്ക് എത്താൻ പോവുകയാണ് ടീമെന്ന് അറിയിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും മെസ്സിയെ നേരിട്ട് കാണുന്നതിന്റെ ഒരു ആവേശം വല്ലാത്തതായിരിക്കും. പിന്നെ ഭയങ്കര ആവേശമാണ്. കാരണം ഞങ്ങൾ ഇന്നലെ വരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം നേരത്തെ പറഞ്ഞു AFT വരത്തില്ല എന്ന്. പക്ഷെ താങ്കൾ ഇന്ന് റിപ്പോർട്ടർ TV-യാണ് ആദ്യമായിട്ട് ഇന്ന് കാലത്ത് വന്ന് പറഞ്ഞത് മെസ്സി വരുന്നത്. എന്റെ പേഴ്സണലായിട്ട് നോക്കുകയാണെങ്കിൽ 1984 തൊട്ട് മെസ്സിയുടെ ടീം, അതായത് അർജന്റീന ടീം മാത്രമാണ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ലോക ഫുട്ബോളിലെ മഷിഹാണ് മെസ്സി. മെസ്സിക്ക് വരാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. വരട്ടെ, മെസ്സിക്ക് ജയ്! മെസ്സിക്ക് ജയ്! ആണോ? ഇവിടെ ഇപ്പൊ നമ്മള് സാധാരണ മെസ്സിക്കും അർജന്റീന ടീമിനും വല്ലാത്തൊരു വിമർശനം ഉണ്ടായിരുന്നത് കളർ TV വന്ന കാലത്ത് കപ്പടിക്കാത്ത ടീം എന്നുള്ളതായിരുന്നു. അതാണ് ഖത്തറിൽ തകർത്തടിച്ചു കൊടുത്തത്, കിരീടം നേടിയത്. അപ്പൊ സ്വാഭാവികം ഒരു കിരീടം നേടിയ ടീമാണ് കേരളത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അല്ല, മെസ്സി എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ മുത്താണ്. കാരണം എന്താ വെച്ചാൽ അദ്ദേഹത്തെ മാത്രം ഞങ്ങളിവിടെ 90% പേരും ലോകകപ്പ് വന്നു കഴിഞ്ഞാൽ അറ്റൻഡ് ചെയ്യുന്നത് മെസ്സി ആൻഡ് അർജന്റീന. ഈ ടീം അവർ ജയിക്കണം എന്നുള്ളതേ ഞങ്ങൾ കേരളീയരുടെ ഏറ്റവും വലിയ ആഗ്രഹം തന്നെ. ഇപ്പൊ നമ്മൾ മലബാറിലേക്ക് നോക്കി കഴിഞ്ഞാൽ വല്ലാത്ത ആവേശമുണ്ട്. ഈ ഫുട്ബോളിനെ നെഞ്ചിലേറ്റിയ മനുഷ്യരുള്ള നാടാണ്. അപ്പൊ കേരളത്തിലേക്ക് മെസ്സി എത്തുമ്പോൾ അത് വല്ലാത്തൊരു ആഘോഷമായിരിക്കുമല്ലോ കേരളത്തെ സംബന്ധിച്ച്. പിന്നെ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷവും നമ്മുടെ കേരളത്തിന് ഭയങ്കര ആഘോഷമുള്ള ഒരു പരിപാടിയാണ് മെസ്സി വരിക എന്നുള്ളത്. എല്ലാ ഇതിനകത്തും ഈ മെസ്സി കേരളോത്സവം പ്രത്യേകിച്ച് നമ്മുടെ ഓണാഘോഷത്തിന്റെ പരിപാടിയിൽ എത്തുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര സന്തോഷമുള്ള ഒരു പരിപാടിയാണ്. നമ്മൾ കേരളോത്സവമാക്കി മാറ്റും. നമ്മൾ കേരളോത്സവമാക്കി മാറ്റൂ. മെസ്സി ഞങ്ങളെ ഇവിടെ ഉള്ളത് സൈഡിലെ ഭാര്യയുള്ളൂ, മെസ്സി സെന്ററിലാ. അപ്പൊ ഇവിടെ ഒരു CR7 ഫാൻ ഉണ്ട്. നമ്മൾ വന്നപ്പോഴേ പറഞ്ഞു ഞാൻ മെസ്സിയല്ല CR7 ആണ്. പക്ഷെ ഫുട്ബോൾ ഒരു വികാരമായി കൊണ്ട് നടക്കുന്നവർക്ക് മെസ്സിയും നെയ്മറും അല്ലെങ്കിൽ റൊണാൾഡോയും ഒക്കെ ഒരേ വികാരമാണല്ലോ അല്ലേ? തീർച്ചയായും അത് നല്ല ആവേശമായിരിക്കും. പക്ഷെ കുറച്ചും കൂടി രണ്ടുപേരും കൂടി വന്നിരുന്നെങ്കിൽ ഒരു ഉഷാറായേനെ. അതായത് മെസ്സിയും റൊണാൾഡോയും വരണമെന്നാണോ? അതെ അവർ രണ്ടുപേരും കൂടി ഒരു മാച്ച് വന്നിരുന്നെങ്കിൽ ഇവിടെ പൊളിച്ചേനെ. എന്തായാലും അത് വല്ലാത്തൊരു സ്വപ്നമാണ്. ഇപ്പൊ ഒരു കുഞ്ഞു സ്വപ്നം, കുഞ്ഞല്ല വലിയ സ്വപ്നം പൂവണിയാൻ പോവുകയാണ് മെസ്സി വരുന്നുള്ളത്. ഇനിയിപ്പോ ഈ പറഞ്ഞ പോലെ വലിയ സ്വപ്നങ്ങൾ ഇനിയും പൂവണിയട്ടെ, മെസ്സി റൊണാൾഡോ ഒക്കെ വരട്ടെ അല്ലേ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഫുട്ബോൾ വ്യൂവേഴ്സ് ഉള്ളത് ഒന്ന് കൽക്കട്ടയും ഒന്ന് കേരളമാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് വന്നതിന് ശേഷം ലോകമെമ്പാടും അറിയപ്പെടുന്ന ഒരു സ്ഥലമാണ് കേരളം ഫുട്ബോൾ. അതുകൊണ്ട് ഞങ്ങൾ മെസ്സിനെ കാത്തിരിക്കുന്നു. ഞങ്ങൾക്ക് ടിക്കറ്റ് വേണ്ടി തരണേ. ഉറപ്പായിട്ടും നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. നമ്മൾ ഓർമ്മയുണ്ട്, കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ സമയത്ത് നമുക്ക് ഓർമ്മയുണ്ട് കോഴിക്കോട് വലിയൊരു കട്ടൗട്ട് വന്ന് അത് ഫിഫ തന്നെ അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ പങ്കുവച്ചത്. വല്ലാത്തൊരു ആവേശമാണ്. ഭയങ്കര ആവേശമാണ്. ഇവിടെ അത് തന്നെ ആയിരിക്കും. എന്റെയൊക്കെ ചെറുപ്പകാലത്തുള്ള സ്റ്റേഡിയമാണ്. ഞങ്ങളിവിടെ കാൽപന്ത് കളിച്ചിട്ടുണ്ട്. സ്റ്റേഡിയം എന്നതിന് മുമ്പ് ഇവിടെ കളിച്ചിട്ടുണ്ടെന്ന്. ഇതിനൊരു ഇന്ത്യയും ഒരു ഇതുങ്ങൾ കളി വന്നില്ല ഇവിടെ. അന്നാണ് നമുക്ക് ഇവിടെ ഏറ്റവും ആവേശം, ഫുട്ബോളിന്റെ ഒരു ആവേശം ഇവിടെ കണ്ടത് ഞങ്ങള്. അതിന്റെ ആവേശത്തിൽ ഇവിടെ പിള്ളേരൊക്കെ നല്ല, ഇപ്പത്തെ ചെറുപ്പക്കാരൊക്കെ ലഹരിയും ഇതിലേക്കൊക്കെ പോകണല്ലേ. മെസ്സി വരുമ്പോൾ കൂടുതൽ ലഹരിയുടെ ഇതിലൊക്കെ മാറി പിള്ളേര് പന്തുകളിലും ഈ സ്പോർട്സിലോട്ടൊക്കെ വരട്ടെ എന്ന് ഞങ്ങൾ സ്റ്റേഡിയം ക്ലബ്ബ് മെസ്സിക്ക് വേണ്ടി ജയ്! ഒന്നുകൂടി മെസ്സിക്ക് നമ്മൾ മെസ്സിയെ കണ്ടല്ല, മെസ്സി നമ്മളെ കണ്ടു. മെസ്സി ഞെട്ടാൻ പോവാ. കേരളം എങ്ങനെ മെസ്സിനെ വരവേൽക്കണമെന്ന് മെസ്സി കാണാൻ പോവാണ്. മെസ്സി എല്ലാം ഞെട്ടും. ഇത്ര കോടികൾ ആൾക്കാരെ കാത്തിരിക്കണേ. ഇപ്രാവശ്യം മാവേലിനെ ഞങ്ങൾ കാത്തിരിക്കണില്ല. മെസ്സി ഇപ്രാവശ്യം ഓണത്തിന് മാവേലിയല്ല കാത്തിരിക്കുന്നത്, മെസ്സിയാണെന്നാണ് പറയുന്നത്. അത്രയും വലിയ ആവേശമുണ്ട്. കാരണം ഈ പറഞ്ഞതുപോലെ ലോക ഫുട്ബോളിനെ കാൽക്കീഴിലേക്ക് കൊണ്ടുവന്ന ഇടങ്കാൽ മായാജാലം അത് തിരുവനന്തപുരത്ത് ഇത്രയും അടുത്ത് നമ്മൾ കാണാൻ പോവുകയാണ്. നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ അവിടേക്ക് പോയി കാണാനുള്ള സാഹചര്യം നമുക്ക് എല്ലാവർക്കും ഇല്ല. മെസ്സി ഇതാ ഇവിടേക്ക് വരുന്നു, നമ്മളെ കാണാൻ കേരളത്തിലേക്ക് വരുന്നു. ഫുട്ബോളിനെ നെഞ്ചേറ്റിയ കേരളത്തിന്റെ മണ്ണിലേക്ക് മെസ്സി എത്തുമ്പോൾ ഇതാ ഈ കാണുന്ന ആവേശം അത് കേരളമാകെ അലതല്ലുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഈ ആരവം തന്നെയാകും കേരളം മുഴുവൻ കാണാൻ. വീഡിയോ ജേർണലിസ്റ്റ് ജിതിൻ വാങ്ങാനത്തിനൊപ്പം റിപ്പോർട്ടർ അലി അക്ബർ ഷാ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി.